ഇപ്പോൾ ലഭിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഭാരതത്തിൻ്റെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 ലഗ്രാഞ്ച് 1 പോയിന്റിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന അഭിമാന വാർത്തയാണ് മിസ്ഡ് സ്റ്റോറി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ദയവായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക. ലോകത്ത് മറ്റൊരു രാജ്യത്തിനും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അപൂർവ നേട്ടത്തിൻ്റെ നെറുകയിലാണ് ഭാരതത്തിൻ്റെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1. സൂര്യൻ്റെ അന്തരീക്ഷം, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവ പഠിക്കുകയും ഗവേഷണം ചെയ്യുന്നതിനുമായി പെലോഡുകൾ എന്ന പ്രത്യേകതര ഉപകരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള 1500 കിലോഗ്രാം ഭാരമുള്ള പേടകം സൂര്യന് നേരെ മിഴി തുറക്കുകയാണ്. ഏതൊരു ഭാരതീയനും അഭിമാനത്തോടും വിദേശ രാജ്യങ്ങൾ അസൂയയോടും കൂടി വീക്ഷിക്കുന്ന അസുലഭ മുഹൂർത്തം. അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള ബഹിരാകാശ ശക്തികളെല്ലാം തന്നെ സൗരനിരീക്ഷണത്തിനായി പേടകങ്ങൾ അയച്ചിട്ടുണ്ടോ എങ്കിലും ഭാരതത്തിൻ്റെ സൗരദൗത്യം ലോകം ആകാംക്ഷയോടുകൂടി വീക്ഷിക്കുവാൻ പ്രത്യേക കാരണങ്ങളുണ്ട്. നാസയടക്കമുള്ള ഏജൻസികൾ അയച്ച സൗരപേടകങ്ങൾ സൂര്യനരികിലൂടെയോ അല്പം ദൂരെയോടെയോ കടന്നുപോകുന്നവയായിരുന്നു. അതിനാൽ തന്നെ ഡേറ്റ വ്യക്തതയ്ക്കപ്പുറം അധിക സമയം അവയ്ക്ക് നിരീക്ഷണം സാധ്യമല്ലായിരുന്നു. ഇവിടെയാണ് ആദിത്യ വ്യത്യസ്തനാകുന്നത്. ലഗ്രാഞ്ച് 1 പോയിന്റിൽ സൂര്യനഭിമുഖമായി സ്ഥിരമായി നിരീക്ഷണങ്ങൾ നടത്തുവാൻ സാധിക്കുമെന്നതാണ് ആദിത്യയുടെ പ്രത്യേകത. സൂര്യനും ഭൂമിക്കും ഇടയിലുള്ളതും ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുമായാണ് L1 പോയിന്റ്. സൂര്യനെ നിരീക്ഷിക്കുവാൻ മാത്രമുള്ള ഇത്തരമൊരു പേടകം മറ്റൊരു രാജ്യവും നിർമ്മിച്ചിട്ടില്ല എന്നത് ഇസ്രോയുടെ മാത്രം നേട്ടമാണ്. ചന്ദ്രയാൻ്റെ വിജയകരമായ ലാൻഡിങ്ങിന് ശേഷം 10 ദിവസത്തിന് ശേഷം 2023 സെപ്റ്റംബർ 2 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് PSLV ആദിത്യയെ വിക്ഷേപിച്ചത്. ആദിത്യ എത്തിച്ചേരുന്ന L1 പോയിന്റ് ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞനായ ജോസഫ് ലൂയിസ് ലഗ്രാഞ്ചെയാണ് കണ്ടെത്തിയത്. സൂര്യനും ഭൂമിക്കുമിടയിൽ അദ്ദേഹം 5 പോയിന്റുകൾ കണ്ടെത്തി. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ പോയിന്റുകൾ ലഗ്രാഞ്ചെ പോയിന്റുകൾ എന്ന പേര് കൊടുത്തത്. ഈ പോയിന്റുകളിൽ 2 വസ്തുക്കൾക്കിടയിലുള്ള ഗുരുത്വാകർഷണ ബലങ്ങൾ സന്തുലിതമാക്കുന്ന ഒരു ന്യൂട്രൽ ഗ്രാവിറ്റി സംജാതമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പാർക്കിംഗ് പോയിൻ്റാണ്. അധികം ഇന്ധനം ചെലവാക്കാതെ തന്നെ ബഹിരാകാശ പേടകങ്ങൾക്ക് ഇവിടെ തങ്ങി നിൽക്കാനായി സാധിക്കുന്നതാണ്. ഈ പ്രത്യേകതയാണ് ആദിത്യ മുതലെടുത്തത്. മറ്റൊരു പ്രത്യേകത എന്നത് L1 പോയിന്റിൽ എല്ലാ സമയവും സൂര്യൻ്റെ വ്യക്തമായ ദൃശ്യാനുഭവം ലഭ്യമാണ് എന്നതാണ്. L1 പോയിന്റിൽ ആദിത്യ എത്തിയാൽ അത് ഒരു ഹാലോ ഓർബിറ്റിലേക്ക് സ്ഥിരപ്പെടുന്നു. പിന്നീട് പേടകത്തിലെ ഓൺബോർഡ് ഡിവൈസുകൾ ഉപയോഗിച്ച് സൂര്യൻ്റെ ക്രോമോസ്ഫിയറിൻ്റെയും പുറംപാളിയായ കൊറോണയുടെയും ചലനശേഷി, കാന്തിക ക്ഷേത്രം, ജ്വാലകൾ, സൗരവാതകം മുതലായവയെക്കുറിച്ച് പഠിക്കുന്നു. ബോർഡ് ത്രസ്റ്റുകൾ ചെറിയ റോക്കറ്റ് എഞ്ചിനായതിനാൽ അത് ദൗത്യം അവസാനിക്കുന്നിടം വരെ പേടകത്തിൻ്റെ ഭ്രമണപഥത്തെ നിയന്ത്രിക്കുന്നതിനായി പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ടതാണ്. L1 4 മുതൽ 5 വർഷം വരെ ആയുസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കാലയളവിൽ പേടകത്തിൽ സംജാതമാക്കിയിട്ടുള്ള 7 പെലോഡുകൾ ഉപയോഗിച്ച് വിവിധ പരിശോധനകൾ നടത്തുന്നു. സൂര്യനിൽ നിന്നുള്ള എക്സ്റേ കിരണങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള 2 സ്പെക്ട്രോമീറ്ററുകൾ, സൂര്യൻ്റെ അന്തരീക്ഷത്തിലെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ എന്നിവ നിരീക്ഷിക്കുന്നതിനുള്ള അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്, സൂര്യൻ്റെ പുറംപാളിയായ കൊറോണയെ പഠിക്കുവാനുള്ള വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫി, സൗരവാതകങ്ങളെ നിരീക്ഷിക്കുവാനും അളക്കുവാനുമുള്ള ആസ്പെക്ട്സ്, സൂര്യൻ്റെ അന്തരീക്ഷത്തിലെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ എന്നിവ നിരീക്ഷിക്കുന്നതിനുള്ള അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്, L1 പോയിന്റിലെ കാന്തിക പ്രഭാവത്തെ അളക്കുവാനുള്ള മാഗ്നോമീറ്റർ, സൗരവാതകത്തിലെ അയോണുകൾ, പ്ലാസ്മ എന്നിവയെ പഠിക്കുവാനുള്ള സംവിധാനം, ഇവയാണ് ആദിത്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പെലോഡുകൾ. തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ, അഹമ്മദാബാദിലെ ഇന്ത്യൻ ഫിസിക്കൽ ലബോറട്ടറി എന്നിവയിലാണ് ഈ ഉപകരണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. പേടകത്തിലെ VELC എന്ന ഉപകരണത്തിൽ നിന്ന് ദിനംപ്രതി 1400ഓളം ചിത്രങ്ങൾ ലഭിക്കുന്നതാണ്. വരും ദിനങ്ങളിൽ ആദിത്യൻ്റെ ആദിത്യ എത്രത്തോളം പ്രയോജനപ്പെടുത്തുമെന്നും സൗരരഹസ്യങ്ങളിൽ എന്തെല്ലാം വാതായനങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നു കൊടുക്കപ്പെടുമെന്നും ഓരോ ഭാരതീയൻ എന്ന നിലയിൽ അഭിമാനത്തോടും ആഹ്ലാദത്തോടും കൂടി കാത്തിരുന്നു കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ നൽകാൻ മറക്കരുത്.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.